കാൽക്കുലേറ്റ് മീൻ, മീഡിയൻ ആൻഡ് മോഡ് ഫ്രം ദി ഫോളോയിങ്. ചുവടെ കൊടുത്തിട്ടുള്ളതിൽ നിന്നും മാധ്യം, മാധ്യകം, ബഹുലകം എന്നിവ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കതിന് വേണ്ടി എന്ത് തന്നിട്ടുണ്ട്? ഒരു ക്ലാസ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. ഫ്രീക്വൻസിയും ക്ലാസ്സും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മീൻ കാണാൻ ആദ്യം നമ്മൾ മീൻ കാണാൻ ഒരു സമവാക്യമുണ്ട്. ആ സമവാക്യം പഠിക്കണം. അതിനനുസരിച്ച് അതിലേക്ക് എന്തൊക്കെയാണ് കണ്ടെത്തേണ്ടതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് മീൻ കാണാനുള്ള സമവാക്യം? എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എം ഡിവൈഡഡ് ബൈ എൻ. അപ്പോൾ ക്ലാസ് എന്താ തന്നിരിക്കുന്നത്? 0 to 20, 20 to 40 അങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സമവാക്യത്തിൽ സിഗ്മ എഫ് എം എന്ന് ഉണ്ട് അല്ലേ? ആ എം എന്താണ്? മിഡ് വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ നിന്നും എന്ത് കണ്ടെത്തണം? മിഡ് വാല്യൂ കണ്ടെത്തണം. എങ്ങനെയാണ് മിഡ് വാല്യൂ കണ്ടെത്തുക? ലോവർ ലിമിറ്റിനും അപ്പർ ലിമിറ്റിനും ഇടയിൽ കിടക്കുന്ന വിലയാണ് എന്ത്? മിഡ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് 0യും 20യും, 0ക്കും 20ക്കും ഇടയിൽ ഏത് വരും? 10 വരും. 0 + 20 ഡിവൈഡഡ് ബൈ 2 10 എന്ന് വരും. അടുത്തത് എന്ത് വരും? 30 അല്ലേ? രണ്ട് ക്ലാസ്സിൻ്റെയും രണ്ട് ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് 20യും 40യും കൂട്ടിയാൽ 60, 60യുടെ പകുതി വരുന്നത് 30. അടുത്തത് എന്ത് വരും? 40യും 60യും ആഡ് ചെയ്താൽ 100, 100ൻ്റെ പകുതി 50. അങ്ങനെ നമുക്ക് നമ്മുടെ മിഡ് വാല്യൂ കണ്ടെത്താൻ സാധിക്കും. എന്ത് വരും? 10, 30, 50, 70. നമുക്ക് മിഡ് വാല്യൂ 1, 2 കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ക്ലാസ് ഇൻ്റർവെൽ എത്രയാണോ അതിങ്ങനെ താഴേക്ക് ആഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കറക്റ്റ് മിഡ് വാല്യൂകൾ കിട്ടും. നമുക്ക് എല്ലാത്തിൻ്റെയും മിഡ് വാല്യൂ ഇങ്ങനെ കണ്ടെത്താൽ തന്നെ നമ്മുടെ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ ബേസിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എം ബൈ എൻ എന്നാണ് എന്താണ് മീൻ കാണാനുള്ള സമവാക്യം. എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എം ബൈ എൻ. എന്താണ് സിഗ്മ എന്ന് പറഞ്ഞാൽ? സിഗ്മ തുകയെ കാണിക്കുന്നു. സമ്മിനെ കാണിക്കുന്ന ചിഹ്നമാണ് സിഗ്മ. സിഗ്മ എഫ് എം ബൈ എൻ. സിഗ്മ സമ്മിനെ കാണിക്കുന്നു, തുകയെ കാണിക്കുന്നു. സിഗ്മ എന്ന് പറയുന്നത് എന്തിനെ കാണിക്കുന്നു? തുകയെ കാണിക്കുന്നു. സിഗ്മ എഫ് എം ബൈ എൻ. എഫ് എമ്മിൻ്റെ തുക കാണണം. എഫ് എമ്മുകളെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ മതി. എഫ് എം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. അതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? സിഗ്മ എഫ് എം. എഫ് എമ്മിൻ്റെ തുക കിട്ടും. എഫ് എമ്മിൻ്റെ തുക എത്ര കിട്ടും? 3260 എന്ന് കിട്ടും. അപ്പോൾ സിഗ്മ എഫ് എം ഈക്വൽ ടു 3260ഉം സിഗ്മ എഫ് ഈക്വൽ ടു എൻ കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും? 50 എന്നും കിട്ടും. അത് നമ്മുടെ സമവാക്യത്തിൽ കൊടുത്താൽ എക്സ് ബാർ സമം 3260/50 എന്ന് വരും. അപ്പോൾ എക്സ് ബാർ സമം 3260നെ 50 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? 62.5 എന്ന് കിട്ടും. 65.2 എന്ന് 65.2 എന്നാണ് നമുക്ക് കിട്ടുന്നത്. 3260നെ 50 കൊണ്ട് ഹരിച്ചാൽ 65.2 എന്ന് കിട്ടിയ മീനായി. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു? ക്ലാസ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ക്ലാസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് കണ്ടെത്തണം? മിഡ് വാല്യൂ കണ്ടെത്തണം. മിഡ് വാല്യൂ എങ്ങനെയാണ് കണ്ടെത്തുക? ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൂട്ടുക, അതിൻ്റെ നടുവിലുള്ള സംഖ്യ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിൻ്റെയും മിഡ് വാല്യൂ കണ്ടെത്തുക. ഓരോ ക്ലാസ്സിൻ്റെയും മിഡ് വാല്യൂകൾ തമ്മിൽ കണ്ടെത്തുക. അങ്ങനെ ഓരോ മിഡ് വാല്യൂവിനെ എന്തുകൊണ്ട് ഗുണിക്കുക? ഓരോ എഫ് കൊണ്ട്, അതായത് നേരെ വരുന്ന എഫ് കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ എഫ് ഇൻറ്റു എം, എഫ് എം കിട്ടും. ഓരോ എഫ് എമ്മുകളും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എഫ് എമ്മിൻ്റെ തുക കിട്ടും. എഫ് എമ്മിൻ്റെ കിട്ടിയ തുകയെ എന്നിൻ്റെ തുക കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് ബാർ കിട്ടും. എക്സ് ബാർ എന്ന് പറയുന്നത് മാധ്യം. എഫ് എം സിഗ്മ എഫ് എം എന്ന് പറഞ്ഞാൽ എഫ് എമ്മിൻ്റെ തുക. എഫ് എമ്മിൻ്റെ തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാലാണ് എന്ത് കിട്ടുന്നത്? മീൻ എക്സ് ബാർ എന്ന് കിട്ടുന്നത്. അപ്പോൾ മീൻ എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എം ബൈ എൻ എന്നുള്ള സമവാക്യം നന്നായി പഠിച്ചു വെക്കണം. എങ്കിലാണ് നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആ എഫ് എമ്മിൻ്റെ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കണം എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിൻ്റെ തുകയാണ് എന്ന് ഓർക്കണം. അപ്പോൾ അത് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 65.2 എന്നാണ്. ഇനി നമുക്ക് കാണേണ്ടത് മീഡിയൻ ആണ്. എന്താണ് മീഡിയൻ? മീഡിയൻ എന്ന് പറഞ്ഞാൽ L + n/2 - CF ഡിവൈഡഡ് ബൈ F ഇൻറ്റു I എന്നുള്ള സമവാക്യമാണ്. അപ്പോൾ നമുക്ക് I എന്നുള്ളത് ക്ലാസ് ഇൻ്റർവെല്ലാണ്. നമുക്ക് I എന്നും C എന്നും H എന്നും ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ എന്താണ് മീഡിയൻ കാണാനുള്ള സമവാക്യം? L + n/2 - CF ഡിവൈഡഡ് ബൈ F ഇൻറ്റു I എന്നുള്ള സമവാക്യം കാണാതെ പഠിച്ചു വയ്ക്കണം. അത് നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക. ആ സമവാക്യത്തിലൂടെ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ മീഡിയം കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി. ടേബിളിൽ എന്ത് കാണണം? ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി അഥവാ CF കണ്ടെത്തണം. CF കണ്ടെത്തേണ്ടത് എങ്ങനെയാണ്? ഫ്രീക്വൻസി നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ഫ്രീക്വൻസി 4 അത് അതുപോലെ CFലേക്ക് ഇടുക. അതിനോടുകൂടി തൊട്ടടുത്ത ഫ്രീക്വൻസി കൂട്ടിയിടുക. അപ്പോൾ നമുക്ക് 11 കിട്ടി. അതിനോടുകൂടി തൊട്ടടുത്ത ഫ്രീക്വൻസി 10 കൂട്ടിയാൽ 21. അതിനോട് കൂടിയിട്ട് വീണ്ടും തൊട്ടടുത്ത ഫ്രീക്വൻസി കൂട്ടിക്കഴിഞ്ഞാൽ
കൂട്ടിക്കഴിഞ്ഞാൽ 35, വീണ്ടും തൊട്ടടുത്ത ഫ്രീക്വൻസി കൂട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് CF കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓരോ ഫ്രീക്വൻസിയോടും കൂടിയിട്ട് തൊട്ടടുത്ത ഫ്രീക്വൻസി ആഡ് ചെയ്യുക. ആദ്യത്തെ ഫ്രീക്വൻസി അതുപോലെ എഴുതുക, അതിനോട് തൊട്ടടുത്ത ഫ്രീക്വൻസി കൂട്ടുക, അങ്ങനെ കൂട്ടി കിട്ടിയതിനോട് ഫ്രീക്വൻസികൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അങ്ങനെ മീഡിയൻ സമം നമുക്ക് എന്തോ എടുക്കാം. മീഡിയൻ കാണുമ്പോൾ നമുക്ക് n/2 ഐറ്റമാണ് ആദ്യം കാണേണ്ടത്. n/2 ഐറ്റം കണ്ടതിന് ശേഷമാണ് നമ്മൾ വലിയ സമവാക്യത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ n/2 ഐറ്റം കാണണം. n/2 ഐറ്റം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ CF കണ്ടത്. അവിടെ n/2 ഐറ്റിൽ n എന്ന് പറയുന്നത് നമുക്ക് CFൻ്റെ ലാസ്റ്റ് വാല്യൂ കിട്ടിയിട്ടുണ്ട് 50 /2 എന്ന് കിട്ടും. ഫ്രീക്വൻസി കൂട്ടി നോക്കിയാലും മതി, ഫ്രീക്വൻസി കൂട്ടി നോക്കിയാലും 50 എന്ന് കിട്ടും. അല്ലെങ്കിൽ CFൽ നമുക്ക് ആഡ് ചെയ്ത് പോയപ്പോഴും എന്ത് കിട്ടിയിട്ടുണ്ട്, 50 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 25th ഐറ്റം എന്നാണ് കിട്ടിയത്. 25th ഐറ്റം ഏതിലാണ് ഇൻക്ലൂഡ് ആവുന്നത്? 21 വരെ കഴിഞ്ഞിട്ടുള്ള വാല്യൂ ഏതാണ്? 35. ആ 35ലാണ് നമ്മുടെ 25 ഇൻക്ലൂഡ് ആവുന്നത്. അത് വരുന്ന ക്ലാസ് ഏതാണ്? 60 to 80 എന്ന് പറയുന്ന ക്ലാസ്സാണ്. അതിൻ്റെ നേരെ വരുന്ന ഫ്രീക്വൻസി 14. അതുപോലെ 35ൻ്റെ തൊട്ട് മുന്നിലുള്ള വില 21. ഇതെല്ലാം നമ്മളൊന്ന് റൗണ്ട് ചെയ്ത് വയ്ക്കുക. 60 to 80 ആണ് നമ്മുടെ മീഡിയൻ ക്ലാസ് വരുന്നത്. മീഡിയൻ ക്ലാസ്സിൻ്റെ നേരെ വരുന്ന ഫ്രീക്വൻസി 14, ഇൻക്ലൂഡ് ആവുന്ന വാല്യൂ 35. ഇതെല്ലാം ഒന്ന് റൗണ്ട് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് എന്തെഴുതാം? മീഡിയൻ ക്ലാസ് സെലക്ട് ചെയ്തു 60 to 80. അപ്പോൾ നമ്മളത് എഴുതി വെച്ചു. ഇനി നമ്മുടെ സമവാക്യത്തിൽ വീണ്ടും അപ്ലൈ ചെയ്യണം. 60 to 80ലെ ലോവർ ലിമിറ്റ് 60. ഈ പിന്നെ വരുന്ന n/2 ഐറ്റം നമ്മൾ കണ്ടുവച്ചു 25th ഐറ്റമാണ് എന്ന്. പിന്നെ നമുക്ക് വേണ്ടത് CF ആണ്. CF നമ്മൾ നേരത്തെ ഇൻക്ലൂഡ് ആയ വാല്യൂ 35 ആയിരുന്നു. അതിൻ്റെ തൊട്ട് മുകളിലുള്ള വാല്യൂ 21. ഫ്രീക്വൻസി നമ്മുടെ മീഡിയം ക്ലാസ്സിൻ്റെ നേരെ വരുന്ന ഫ്രീക്വൻസി 14. അപ്പോൾ ഇത്രയും വിലകൾ നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നുണ്ട്? നമ്മുടെ മീഡിയം ക്ലാസ് സെലക്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് L കിട്ടും, n/2 കിട്ടും, CF കിട്ടും, F കിട്ടും. ഇത്രയും വിലകൾ നമ്മൾ എവിടെ അപ്ലൈ ചെയ്യുക? നമ്മുടെ മീഡിയൻ്റെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. എന്തായിരുന്നു മീഡിയൻ്റെ ഇക്വേഷൻ വരുന്നത്? L + n/2 - CF / F × I. എന്താണ്? L + n/2 - CF / F × I. ഇതിൽ നിന്ന് നമുക്ക് L നേരത്തെ നമ്മൾ കണ്ടെത്തി എന്താണ്? 60. L = 60. അപ്പം L+ എന്നുള്ളടത്ത് 60 + n/2 25 25 - CF 35ൻ്റെ തൊട്ട് മുകളിലുള്ള വാല്യൂ 21 / F എത്രയായിരുന്നു? 14 × I. ക്ലാസ് ഇൻ്റർവെൽ എത്രയാണ്? 60 to 80 എന്നുള്ള ക്ലാസ്സിലെ അകലം എത്രയാണ് വരുന്നത്? 80 60 തമ്മിലുള്ള അകലം എത്രയാണ്? 20 അല്ലേ? ഓരോ ക്ലാസ്സും തമ്മിലുള്ള അകലം നമുക്കറിയാം. എന്നാലും കൂടി മീഡിയം ക്ലാസ് ആയി കിട്ടുന്ന ക്ലാസ്സിൻ്റെ അകലമാണ് നമുക്കിവിടെ I ആയിട്ട് സ്വീകരിക്കുന്നത്. അപ്പോൾ എത്ര വരുന്നുണ്ട്? 20. ഇനി നമ്മൾ ചെയ്യേണ്ടത് 60 പ്ലസ് അവിടെ സബ്ട്രാക്ഷൻ കണ്ടില്ലേ? 25ൽ നിന്നും 21 കുറയ്ക്കുക. അപ്പോൾ എന്ത് വരും? 4 വരും. 4 / 14 × 20 = 60 + 4നെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4നെ 14 കൊണ്ട് ഹരിച്ചാൽ എന്ത് വരും? 4നെ 14 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 0.28 × 20 ആണ്. അപ്പോൾ നമുക്ക് കാണേണ്ടത് 0.28 × 20 എന്ന് പറഞ്ഞാൽ എത്ര വരും? മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് 0.28 × 20 ആണ് വേണ്ടത്. 0.28 × 20 എന്ന് പറഞ്ഞാൽ 5.6 എന്ന് വരും. അപ്പോൾ 5.6 എന്നുള്ളത് എവിടെ ആഡ് ചെയ്ത് കൊടുക്കുക? 60യോട് കൂടിയിട്ട് ആഡ് ചെയ്യുക. 60 + 5.6 എന്ന് വരും. 5.6ഉം 60യും തമ്മിൽ ആഡ് ചെയ്ത് നോക്കുമോ? എന്താണ് വരിക? 60 + 5.6 60 + 5.6. അപ്പോൾ എന്ത് വരും? 65.6 എന്നാണ് കിട്ടുന്നത്. എന്താണ് ഈ 65.6? മീഡിയൻ = 65.6 എന്ന് വന്നു. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് മീഡിയൻ കാണാൻ അത്യാവശ്യം? സമവാക്യം ആദ്യം പഠിച്ച് വെക്കുക. L + n/2 - CF / F × I എന്നുള്ള സമവാക്യം പഠിച്ച് വെക്കണം. അതിൽ n/2 ഐറ്റം ആദ്യം നമ്മൾ കണ്ടെത്തണം. n/2 ഐറ്റം 35ലാണ് ഇൻക്ലൂഡ് ആവുന്നത്. 35ൽ നിന്ന് നമുക്ക് 60 to 80 മീഡിയം ക്ലാസ് കിട്ടും. 14 F കിട്ടും. നമ്മുടെ മീഡിയം ക്ലാസ് സെലക്ട് ചെയ്യുക. L, n/2, CF, F ഒക്കെ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ സമവാക്യത്തിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മീഡിയം കിട്ടും. അവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം 25ൽ നിന്ന് 21 ആദ്യം മൈനസ് ചെയ്യുക. പിന്നെ ആ ആൻസറിനെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പിന്നെ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക?
ആ കിട്ടിയ ആൻസറാണ് 60യോട് കൂടിയിട്ട് ആഡ് ചെയ്യേണ്ടത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവസാനമാണ് നമ്മുടെ അഡീഷൻ സംഭവിക്കുന്നത്. ഇത്രയും ചെയ്താൽ നമുക്ക് മീഡിയനായി. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? മോഡാണ്. എന്താണ് മോഡ് കാണാനുള്ള സമവാക്യം? മോഡ് കാണാനുള്ള സമവാക്യം എന്താണ്? മോഡ് ഈക്വൽ ടു L പ്ലസ് Δ1 ബൈ Δ1 പ്ലസ് Δ2 ഇൻറ്റു I എന്നാണ്. അപ്പോൾ നമുക്ക് Δ1 എന്നുള്ളത് നമുക്ക് ചില ടെക്സ്റ്റിലൊക്കെ D1 എന്ന് പറയുന്നുണ്ട്. D1 D2 എന്ന് ഉപയോഗിക്കാം കേട്ടോ. D1 D2 ഉപയോഗിക്കാം, അല്ലെങ്കിൽ Δ1 Δ2 എന്ന് ഉപയോഗിക്കാം. അത് ഏതായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏതാണോ ഈസി അത് ഉപയോഗിക്കാം. L പ്ലസ് Δ1 ബൈ Δ1 പ്ലസ് Δ2 ഇൻറ്റു I എന്നാണ് മോഡ് കാണാനുള്ള സമവാക്യം. കാണാതെ പഠിക്കണം. ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നമുക്ക് ലോവർ ലിമിറ്റ് ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ മോഡൽ ക്ലാസ് കണ്ടെത്തണം. മോഡൽ ക്ലാസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ഫ്രീക്വൻസിയിൽ നിന്നും ഏറ്റവും ഉയർന്ന ഫ്രീക്വൻസി സെലക്ട് ചെയ്യുക. ഏറ്റവും ഉയർന്ന ഫ്രീക്വൻസി ഇവിടെ എത്രയാണ് വരുന്നത്? ആ ഉയർന്ന ഫ്രീക്വൻസിയിൽ നിന്ന് നമുക്കൊരു ക്ലാസ് കിട്ടും. ഏതാണ്? 60 to 80 ആണ് ഇവിടെ ഏറ്റവും ഉയർന്ന ഫ്രീക്വൻസിക്ക് വരുന്ന ക്ലാസ്. അപ്പോൾ അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് റൗണ്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉയർന്ന ക്ലാസ്സും ഉയർന്ന ഫ്രീക്വൻസിയും അതിനോട് നേരെ വരുന്ന ക്ലാസ്സും സെലക്ട് ചെയ്തു. ആ ക്ലാസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോഡൽ ക്ലാസ് എന്ന് പേര് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇപ്പം ഹയസ്റ്റ് ഫ്രീക്വൻസി സെലക്ട് ചെയ്തു, അതിൽ നിന്നും മോഡൽ ക്ലാസ് കിട്ടി. മോഡൽ ക്ലാസ് 60 to 80 എന്ന് നമ്മൾ സെലക്ട് ചെയ്തു. ഈ മോഡൽ ക്ലാസ്സിൽ നിന്ന് നമുക്ക് എന്തൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും? ലോവർ ലിമിറ്റ്. എന്താണ് ലോവർ ലിമിറ്റ്? 60 to 80 എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് 60 ആണ്. അപ്പോൾ നമുക്ക് L കിട്ടി, 60 എന്ന് കിട്ടി. ഇനി Δ1 വേണം. Δ1 എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ഫ്രീക്വൻസിയും തൊട്ട് മുകളിലുള്ള ഫ്രീക്വൻസിയും തമ്മിലുള്ള വ്യത്യാസം. സെലക്ട് ചെയ്ത ഫ്രീക്വൻസി എത്രയാണ്? 14. 14ൽ നിന്ന് തൊട്ട് മുകളിലുള്ള ഫ്രീക്വൻസി 10. അപ്പോൾ നമ്മുടെ ഫ്രീക്വൻസി കുറച്ച് കഴിഞ്ഞാൽ 14 10 കുറച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 4 എന്ന് വരും. അതുപോലെ Δ2 കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സെലക്റ്റഡ് ഫ്രീക്വൻസിയും ഹയസ്റ്റ് ഫ്രീക്വൻസിയും തൊട്ട് താഴെയുള്ള ഫ്രീക്വൻസിയും തമ്മിലുള്ള വ്യത്യാസം കാണാം. അപ്പോൾ 14ൽ നിന്ന് തൊട്ട് താഴെയുള്ള ഫ്രീക്വൻസി എത്രയാണ് വരുന്നത്? 6. അപ്പം 14ൽ നിന്നും തൊട്ട് താഴെയുള്ള ഫ്രീക്വൻസി വരുന്നത് 8 ആണ് അല്ലേ? 14ൽ നിന്നും 8 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 6 എന്ന ആൻസർ വരും. അപ്പോൾ Δ1 4ഉം Δ2 8 എന്നും കിട്ടി. ഇനി നമ്മുടെ മോഡ് കാണാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. മോഡ് ഈക്വൽ ടു L പ്ലസ് 60 പ്ലസ് Δ1 എന്ന് പറഞ്ഞാൽ 4 ബൈ 4. വീണ്ടും Δ1 അല്ലേ വരുന്നത്, അപ്പോൾ വീണ്ടും 4 പ്ലസ് Δ2 6. അപ്പോൾ 4 ബൈ 4 പ്ലസ് 6 ഇൻറ്റു ക്ലാസ് ഇൻ്റർവെൽ എത്രയായിരുന്നു? 20. നമ്മൾ ഓൾറെഡി കണ്ടുവച്ചതാണ്. അപ്പോൾ 60 പ്ലസ് 4 ബൈ 6 4 കൂട്ടിക്കഴിഞ്ഞാൽ 10. അപ്പോൾ 4 ബൈ 10 ഇൻറ്റു 20 60 പ്ലസ് 4നെ 10 കൊണ്ട് ഹരിക്കണം. 4 പ്ലസ് 6 കൂട്ടിയപ്പോൾ 10 അല്ലേ കിട്ടിയത്. അപ്പോൾ നമുക്ക് 4 ഹരിക്കണം 10 ഗുണിക്കണം 20 എന്നാണ്. അപ്പോൾ 4നെ എന്തുകൊണ്ട് ഹരിക്കുക? 10 കൊണ്ട് ഹരിക്കുക. 4നെ 10 കൊണ്ട് ഹരിച്ചാൽ എന്താണ് വരിക? എന്താണ് 4നെ 10 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ വരിക? 0.4 എന്ന് വരും. അപ്പോൾ നമുക്ക് ഓൾറെഡി 60 പ്ലസ് 0.4 ഇൻറ്റു എന്തുണ്ട്? 20 എന്നുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് 0.4നെ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. 0.4 ഇൻറ്റു 20 എന്ന് പറയുമ്പോൾ എത്ര വരും? 8 എന്ന് വരും. അപ്പോൾ നമുക്ക് 60 പ്ലസ് 8 എന്ന് പറഞ്ഞാൽ 68 എന്ന് കിട്ടും. അപ്പോൾ 60 പ്ലസ് 8 68 എന്ന് എന്ത് കിട്ടി? മോഡ് കിട്ടി. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തത് നമ്മുടെ ക്ലാസ് നമ്മുടെ ഫ്രീക്വൻസിയിൽ നിന്നും ഉയർന്ന ഫ്രീക്വൻസി സെലക്ട് ചെയ്തു. അതിൽ നിന്ന് നമ്മൾ മോഡൽ ക്ലാസ് സെലക്ട് ചെയ്തു. മോഡൽ ക്ലാസ് എന്ന് പേരെഴുതി അതിനെഴുതി. അതിൽ നിന്നും L Δ1 Δ2 ക്ലാസ് ഇൻ്റർവൽ ഇവയെല്ലാം സെലക്ട് ചെയ്ത് വെച്ചു. നമ്മൾ Δ1ഉം Δ2 എങ്ങനെയാണ്? ഫ്രീക്വൻസിയും നമ്മുടെ സെലക്റ്റഡ് ഹയസ്റ്റ് ഫ്രീക്വൻസിയും തൊട്ട് മുകളിലുള്ള ഫ്രീക്വൻസിയും തമ്മിലുള്ള വ്യത്യാസം. Δ2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹയസ്റ്റ് ഫ്രീക്വൻസിയും തൊട്ട് താഴെയുള്ള ഫ്രീക്വൻസിയും തമ്മിലുള്ള വ്യത്യാസം. ഇവയെല്ലാം കൂടി നമ്മുടെ മോഡിൻ്റെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്തു. L പ്ലസ് Δ1 ബൈ Δ1 പ്ലസ് Δ2 ഇൻറ്റു Iയിൽ കൊടുത്തു. 60 പ്ലസ് 4 ബൈ 4 പ്ലസ് 6 ഇൻറ്റു 20 എന്ന് വന്നു. 4നെ 4 പ്ലസ് 6 ആഡ് ചെയ്തപ്പോൾ 10 വന്നു. 4 ബൈ 10 ഇൻറ്റു 20 എന്ന് വന്നു. ഇനി 4നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 0.4 എന്ന് വന്നു. 0.4നെ 20 കൊണ്ട് ഗുണിച്ചു. എന്ത് വന്നു? 8 എന്ന് വന്നു. 60യും 8ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 68 എന്ന് കിട്ടും.